സ്വയം ഭൂമാതാ ശ്രീ വിശ്വംഭരി ക്ഷേത്ര സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ മണ്ഡൽ മഹന്ത് രാജേന്ദ്രാനന്ദ സരസ്വതി അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. മതാതീത ആത്മീയ പുതിയ തലമുറയിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. പ്രിയ ആത്മ തേജസ്സുകളെ, എന്നെ ഈ ജീവിതം കൊണ്ട് ഒരു മഹാ ദൗത്യമാണ് പടച്ച തമ്പുരാൻ എന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഭാരതത്തിൽ ഒരു കുഞ്ഞ് പിറന്നാൽ, അല്ലെങ്കിൽ ഒരു മാതാവിന് ഒരു കുഞ്ഞ് പിറന്നാൽ അതൊരു നാറ്റക്കേസാണ്. അതിനെ തോറ്റിയെടുക്കുന്നവനാണ് ഗുരു. ശരീരം കിട്ടിയത് കൊണ്ടായില്ല, ആ കുട്ടിക്ക് അറിവ് പകർന്നു കൊടുത്ത് അതിനെ തോറ്റിയെടുക്കുന്ന അമ്മമാരുണ്ടാകണം. അക്ഷരപ്പശകില്ലാതെ മാനവ ജീവിതം നയിക്കുവാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്നത് പ്രപഞ്ച മാതാവിനെയാണ്. എനിക്ക് സ്വയംഭൂ മാതാ ശ്രീ വിശ്വംഭരി നാമധേയത്തിലെ ഒരു സങ്കല്പമാണ്. ബ്രഹ്മാണ്ട ശക്തി ചൈതന്യം ശിവത്തിൻ്റെയാണ്. എന്നെയും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളേവരെയും മഹത്തായ കാര്യം ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കുവാനും കാണുവാനും കണ്ണു തുറപ്പിക്കുന്ന, നമ്മുടെ മൂന്നാം കണ്ണ് തുറപ്പിക്കുന്ന മഹാ തേജസ്സുകളാണ് ഗുരുപരമ്പരകൾ. അവർ ഏത് കർമ്മം ചെയ്താലും, ഏത് മതത്തിൽ കൂടിയും ഏത് സമുദായത്തിൽ കൂടി വളർന്നു വന്നാലും, എവിടെയൊക്കെയോ നന്മയുള്ള പ്രകാശമുള്ള സാഹോദര്യം ഉദിച്ച പ്രകാശ ബിന്ദുക്കളാണ് നമ്മൾ ഓരോരുത്തരും. ചിലർ അറിവില്ലാതെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്, ഗുരുവിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പറയാൻ ഒരു സംശയ നിവാരണ കൂട്ടായ്മയാണ് എന്നിൽ നിക്ഷിപ്തമായി സ്വയംഭൂ മാതാ ശ്രീ വിശ്വംഭരി സ്ഥാപകനായിട്ട് മൺപുറ്റിനെ കേന്ദ്രീകരിച്ച്, ഭാരത മണ്ണിനെ കേന്ദ്രീകരിച്ച്, ഈ ഭുവനേശ്വരിയുടെ മണ്ണിൽ പിറന്നവർ, ഇതിൽ നിന്നുത്ഭവിക്കുന്ന അന്നം കഴിച്ച് ഈ ശരീരമെടുക്കെടുത്ത് അവർ അഹങ്കാരഭാവത്തിൽ ചിന്തിച്ചാൽ വ്യക്തിബോധമേ ഉദിക്കും. ആ വ്യക്തിബോധത്തിൽ നിന്ന് ശിവബോധം ഉദിക്കുവാൻ അവർ അനവധി മാർഗങ്ങൾ സ്വീകരിച്ച് അവസാനം അവർ വന്നെത്തേണ്ടത് ഒരു ഗുരുവിൻ്റെ അടുത്താണ്. ഗുരുതത്വമാണ്, ഗുരുവല്ല. ഗുരുതത്വം ഗുരുത്വത്തിലെത്തിയാൽ, അവനവൻ്റെ ഉള്ളിൽ എത്തിയാൽ പിന്നെ ഗുരു നോക്കിക്കോളും. ഞാനല്ല ഇത് ചെയ്യുന്നത്, എനിക്ക് യാതൊരവകാശവും എനിക്ക് പറയാനില്ല. ഈ കൂട് ഒരു കാക്ക കൂടാണ്, ഇതിനകത്തെവിടെയോ ഒരു ഭ്രൂണം ഇരിപ്പുണ്ട്. അത് നാളത്തെ കിളി ചിറക് വച്ച് എനിക്ക് ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട സമയം അടുത്തടുത്ത് വരുന്നതായിട്ട് എൻ്റെ പിതാവ് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ എന്നെപ്പോലെ കൂടെടുത്ത് വന്നിരിക്കുന്ന നിങ്ങളാരും നിസ്സാരപ്പെട്ടവരല്ല. ഏത് നിമിഷവും ഈ ആയുസ്സിൻ്റെ കിളി പറന്നു പോകാം. ആ കിളിയിലാണ് ശ്രദ്ധിക്കാൻ. നമ്മൾ ഈ കൂട് വിടേണ്ടവരാണ്. ഈ കൂടെടുത്ത് വന്നതിൽ എന്തോ മഹാകാര്യങ്ങളുണ്ട്. അത് വ്യക്തിബോധത്തിൽ തിരിയില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലേക്ക് ചിന്തിക്കുക. ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ കാണണം എന്ന് നമ്മുടെ ഉൾക്കണ്ണ് തുറക്കുവാൻ
ഭാരതത്തിലാണ് ജന്മം കിട്ടിയിരിക്കുന്നത്. നല്ല മാതാപിതാക്കൾക്കാണ് നമുക്ക് ജന്മം തന്നിരിക്കുന്നത്. നല്ല സംസ്കാരമുള്ളിടത്താണ് നമ്മൾ പിറന്നിരിക്കുന്നത്. ഈ മതാധിക ആയ ആ പൂർണ്ണ തേജസ്സായ ഈ സംഘം ഇവിടെ ആത്മാവിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആത്മാവ് എന്തെന്ന് അറിഞ്ഞാൽ ആത്മാർത്ഥത ഉദിക്കും. ആത്മാവ് ഹൃദയാഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ്. ഈ ശരീരം നാറ്റക്കേസാണ്. ഇതിനകത്തുനിന്ന് ഒരു നല്ല ഒരു ചൈതന്യത്തെ, സത്യസ്വരൂപത്തെ വീണ്ടെടുക്കാൻ, ഉണർത്തിയെടുക്കുവാൻ ഞാനിങ്ങനെ വീക്ഷിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു രൂപത്തിൽ ഒരു ദർശനം എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ കാണുന്ന ഈ മാതാജി ഒരു വലിയ നിയോഗമുള്ള ഒരു അമ്മയാണ്. ആ അമ്മയുടെ ഒരു മകള് ഒരു ശരിക്ക് പറഞ്ഞ ഒരു മാംസപിണ്ഡം പോലെയാണ്. ആ കുട്ടിയെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കുട്ടിയെ നേരെ നട്ടല്ലോ എന്തൊക്കെയോ വൈകല്യമുണ്ടായിരുന്നു. പക്ഷേ പടച്ചുവിട്ടവൻ്റെ നിയോഗത്താൽ ആ വസന്തമാതാജിയിൽ കൂടി ആ പേരക്കുട്ടിയെ വളർത്താൻ, അതിനെ ഓപ്പറേഷനെല്ലാം ചെയ്ത് അതിനെ ഒരു നല്ല ആ മാംസപിണ്ഡത്തെ ഒരു ഈശ്വര ചൈതന്യമാക്കി മാറ്റി ഇന്ന് MBBS പഠിക്കുന്ന അവസാന നിമിഷം ഇത് ഫൈനൽ എക്സാമിനേഷൻ ഈ അടുത്ത കാലത്താണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, അതായത് ഈ നാറ്റക്കേസിന് അന്ന് കളഞ്ഞാൽ തീർന്നു അവിടെ. അതിനെ തോറ്റിയെടുത്ത ഒരു അമ്മയാണ്. അത് സരസ്വതിയാണ്, ലക്ഷ്മിയാണ്, പരാശക്തിയാണ്. ആ അമ്മ എനിക്ക് ഗുരുവാണ്. ആ അമ്മയെ സാക്ഷി നിർത്തി പറയുന്നു, ആ മാംസപിണ്ഡമായി നിൽക്കുന്ന ഇത് കുഞ്ഞിന്ന് ഒരു നല്ലൊരു നമ്മളെപ്പോലെയുള്ള ഒരു ആ കുട്ടി ഇപ്പം ചെന്ന് നോക്കിയാലും ആ MBBS വേണ്ടി പഠിക്കുന്ന ഒരു ശ്രദ്ധ മാത്രമേ ഉള്ളൂ. ആ കുട്ടി നാളെ ആതുര സേവന രംഗത്ത് മഹാമുദ്ര പതിപ്പിക്കുന്ന അനവധി സിദ്ധികളും അനുഗ്രഹങ്ങളും കിട്ടുന്ന ഒരു തേജസ്സായി മാറുമെന്ന് എൻ്റെ ഉള്ളിലെ സരസ്വതി എന്നെ വിട്ട് പറയിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത് അംഗവൈകല്യോ കാലില്ലയോ കൈയില്ലയോ കുള്ളനായതോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ ചിന്താഗതി നമ്മളിതല്ല, ഇതിനുള്ളിലിരിക്കുന്ന സാധനത്തെ നമ്മൾ വല്ലപ്പോഴേക്കും ഒന്ന് ചിന്തിക്കുക. ഞാൻ ഇന്ന് ചിന്തിച്ച് കൂട്ടുന്നത് പോലെ അല്ല നാളെ ചിന്തിക്കുക. ഇവിടെ വന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇത് സംഘടിപ്പിക്കുവാൻ നല്ല കാശും വലിയ ബുദ്ധിമുട്ടുമുണ്ട്. നമുക്കിവിടെ ഇത് വന്ന് ഇത് കേട്ടിട്ട് പോകുന്നത് വലിയ ഭാരമൊന്നുമല്ല. പക്ഷേ ഇത് ലോകത്തെവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളെ മതത്തിൻ്റെയോ ഏതിൻ്റെയെങ്കിലും പേരിൽ നിങ്ങളെ ഇത് അടിമയാക്കുന്ന സ്ഥലത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടം കൊണ്ടുപോകും. പക്ഷെ ഇവിടെ പറന്ന് കളിക്കുന്ന സ്വതന്ത്ര ബോധമുള്ളവരെ വാർത്തെടുക്കുവാനാണ് മനോജിയെയും ഈ ഗുരുപരമ്പരയെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവർ ചെയ്യുന്ന ദൗത്യം ചെറുതായിരിക്കാം, മറ്റൊരു വിശാലമായി പള്ളിയും കോവിലും ആശ്രമവും അതിവിശാലമായിരിക്കാം. പക്ഷേ അവിടെ അടിമകളായിരിക്കും. ഇവിടെ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമകളായിരിക്കും. നിങ്ങളുടെ ജീവൻ്റെ പൊരുൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും നിങ്ങൾ തളരില്ല. തളരാൻ നിങ്ങളുടെ ദൈവം പറയുന്നില്ല, നിങ്ങളുടെ ഗുരുപരമ്പര പറയുന്നില്ല. നമ്മൾ തോളോട് ചേർന്ന് വരും തലമുറയ്ക്ക് 5 വയസ്സ് മുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഭാരതത്തിൽ പിറന്ന കുഞ്ഞ് ദേശസ്നേഹമുള്ളവരാകണം. മാതാപിതാക്കൾ കഞ്ഞി വയ്ക്കാൻ പഠിച്ചിരിക്കണം. ഭാര്യയും ഭർത്താവും
ഇത് ശിവപാർവതിയെപ്പോലെ പെരുമാറാൻ ഹൈന്ദവ കുട്ടികളും മറ്റ് ഈ സംസ്കാരങ്ങൾ ഇവിടെ ഏത് ജാതി മതം ആയാലും ശരി, മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യത്വം ഉണർത്തിയെടുക്കണം. എവിടെയെങ്കിലും പ്രശ്നമുണ്ടാകുന്നതിന് ഭാരത മാതാവിൻ്റെ അടിത്തട്ടിൽ നമ്മൾ സാഹോദര്യം മറന്ന് തമ്മിലടിക്കുന്ന ഒരു ബോധതലമുള്ള കുട്ടികൾ വളരാതിരിക്കുവാൻ സംശയ നിവാരണം ചെറുതിലെ അവരവരുടെ വാസനയ്ക്കനുസരിച്ച് പ്രസംഗിക്കാനും പാടാനും അവരാടാനും ആരാരോ ആരിരാരോ എന്ന് നമ്മളെ കൊച്ചിലെ പാടിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ 90 വയസ്സായാലും നമ്മൾ ആനന്ദത്തിലാണ്, ചാർജുള്ളവരാണ്. ഇത് അളിഞ്ഞു പോകുന്ന സാധനമാണ്. ഇത് നാറ്റക്കേസാണ്. ഈ നാറ്റക്കേസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു അമൃത്, ശിവം, ആത്മാവ്. ഞാൻ എൻ്റെ പ്രാണൻ പോകുന്നത് വരെയും എൻ്റെ ദേശത്തെയും എൻ്റെ സമകാലികരെയും ഞാൻ സ്നേഹിക്കും. അതെൻ്റെ ദൗത്യം. ആരെന്നെ കുറ്റം പറയുന്നു, എൻ്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞ് നാളെ എന്നെ കുരിശിക്ക് ചകറ്റിയാലും ഞാനോ മനോജോ ഈ മോഹൻലാൽ സ്വാമിജിയോ നമ്മുടെ അവധൂതജിയോ തളർന്നു പോകാത്ത കരുത്തുള്ള ഒരു ഭഗവാന്റെ പടച്ച തമ്പുരാൻ്റെ ചൈതന്യം ഞങ്ങൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളാരും ഈ ഭാരതത്തിൽ പിറന്ന നിങ്ങളാരും നിരാശ, വിഷാദം, കാമം, ക്രോധം, മോഹം, അസൂയ, കുശുമ്പ്, വിഷാദം ഇതിലെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇന്ന് മുതൽ ശക്തരാവുക. ചിന്താഗതി പുരോഗതിയിലേക്ക് ആവട്ടെ, അധോഗതി ഇനി നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് രോഗമില്ല, രോഗം ശരീരത്തിനാണ്. മനസ്സിന് രോഗം വരും, അത് ദോഷം ചെയ്യും. നമ്മുടെ ശക്തികൾ ദുർവിയോഗം ചെയ്യാതിരിക്കാൻ, നമ്മുടെ വാക്കുകൾ ദുർവിയോഗം ചെയ്യാതിരിക്കുക, നമ്മുടെ നോട്ടം പിഴയ്ക്കാതിരിക്കുവാൻ ഒന്നേ നന്നാക്കാനുള്ളൂ. നമ്മുടെ തലസ്ഥാനത്ത് അനാവശ്യ ചിന്തകൾ കയറ്റിവെക്കാതെ നമുക്ക് ഇനി ഉണർന്ന് പ്രവർത്തിക്കാൻ. നമുക്ക് വയസ്സാകുന്നില്ല, ശരീരത്തിനെ വയസ്സാവുള്ളൂ. ഞാൻ ആത്മാവാണ്, ഉടലല്ല, ഉടയവനാണ് ജീവിതത്തിൻ്റെ. ഈ ഉടൽ വിട്ടാലും ഞാൻ ഇന്ന് ചിന്തിച്ച തലത്തിൽ അടുത്ത് എനിക്ക് വന്ന് പിറക്കേണ്ടി വന്നാലും പ്രകൃതി അതിൻ്റെ താളത്തിന് നീങ്ങിക്കൊള്ളും. നിങ്ങളുടെ എല്ലാം രൂപത്തിൽ നിൽക്കുന്നത് വെറും ആ ചിന്താഗതി അങ്ങ് മാറ്റിയാൽ നമ്മൾ സഹോദരങ്ങളായി പരസ്പരം ഇതുപോലെ കൂടാൻ കഴിയും. നമ്മുടെ ഈ കേന്ദ്ര ബിന്ദുവിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ഖജനാവാണ്. ഈ ഖജനാവിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറത്തു വരുന്നത്, ജീവിതം പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് കയറ്റി വയ്ക്കുന്ന നിരാശ, വിഷാദം, ഭയം, എന്താ പറയുക, നീറ്റലും പുകച്ചിലും, ആത്മഹത്യ, പറഞ്ഞാൽ കേൾക്കാത്ത തലത്തിലേക്ക് ഒരു കുഞ്ഞ് പോകുന്നുവെങ്കിൽ അവധൂതജി പറഞ്ഞ പോലെ കുരങ്ങു മനസ്സ് നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. അതിലൊരു ഹനുമാൻ്റെ ഭാവം പറഞ്ഞെങ്കിൽ നമ്മൾ രാമനും സീതയും, അല്ലെങ്കിൽ ഇത് ശിവനും പാർവതിയും. ഇതിനകത്ത് ബ്രഹ്മം ഇരിക്കണമെന്നേ, ബ്രഹ്മസ്വരൂപം ഇതിനകത്തിരിക്കുന്നു. അതിൻ്റെ സഹധർമ്മിണി സരസ്വതി ഇതിനകത്തിരിക്കുന്നു. എനിക്ക് ഈ അക്ഷരം തന്ന, നിങ്ങൾക്ക് ഈ അക്ഷരം തന്ന, ഇനി വരും തലമുറയ്ക്ക് ഈ അക്ഷരം കൊടുക്കുന്ന, ഈ 51 അക്ഷരം വിളയാടുന്ന ശൈലി മോശമാണെങ്കിൽ അവിടെ അടി നടക്കില്ലേ? നമ്മളെ വീട്ടിൽ അടി നടത്തുന്നത് വാക്ക് ചേരാത്തത് കൊണ്ടല്ലേ. അപ്പം വാചക കസർത്ത്, അക്ഷര പെശക് വരാതിരിക്കുക, അക്ഷര കസർത്ത് ചെയ്യുന്നിടത്ത് നമ്മൾ സൂക്ഷിച്ച് കണ്ട് സംസാരിക്കുക. പെരുമാറ്റ ഗുണം അത് നമ്മുടെ മക്കൾക്ക് ആവശ്യമാണ്. അവർ എന്തൊക്കെ നേടിയാലും അവർ സംസ്കാരമില്ലെങ്കിൽ ഏത് മേഖലയിലും തിളങ്ങില്ല. അതുകൊണ്ട് മനുഷ്യൻ സ്നേഹസ്വരൂപനാണ്. അത് മാനവ വിളക്കിൽ തിളങ്ങട്ടെ. ഈ മനുഷ്യൻ്റെ ഉൾബോധത്തിൽ ഒരാളിരിപ്പുണ്ട്, അവ ഇറങ്ങിപ്പോയാൽ ഞാൻ കളിക്കാൻ പറ്റില്ല.
ഞാൻ കളിക്കുന്നു എങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ കാറ്റ് പോയാൽ പോയി. ആ കാറ്റിൻ്റെ പേരാണ് ശ്വാസം. ശ്വാസം ഈശ്വരൻ്റെയാണ്. ഈ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ പരമാവധി വിനീതനായി എൻ്റെ ഗുരുത്വത്തെയും ഈശ്വരനെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ കണ്ണ് കാണുന്നുണ്ട്. ഈ കണ്ണ് എന്തിനു തന്നു? ഇന്ന് ഇത്രയും സംസാരിക്കാൻ കഴിയും. ഇതുപോലെയാണോ ഇനി അപ്പുറത്തൂടെ കുറച്ചുകൂടെ എനിക്ക് അറിഞ്ഞൂടെ? ഇന്ന് ഞാൻ എവിടെ കിടക്കട്ടെ, എന്നെ രക്ഷിക്കുന്ന ആര്? സ്വയം ചോദിക്കുക. ഇത്രയൊക്കെ രൂപകൽപ്പനയൊക്കെ ചെയ്ത് ഇഞ്ഞ് ഭൂമി വിട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ കുട്ടികൾ പോകുന്ന ഒരു തലം. അച്ഛൻ മകനെ വെട്ടുന്നു, മകൻ അച്ഛനെ കുത്തിക്കൊല്ലുന്നു. എവിടെ പറ്റി? അതുകൊണ്ട് ആപത്തൊഴിവാകുന്ന ഒരു മഹാമുദ്രയാണ് ഈ തൊഴുകൈ രഹസ്യം. ദേവന്മാരും അസുരന്മാരും ചേർത്ത് പിടിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഈ തൊഴുകയും ഒന്ന് കുനിയാനുള്ള ഒരു അവസരവും കൊടുക്കുന്ന ഒരു സനാതന മുദ്രയാണ് ഭാരത ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നിട്ട് പോയത്. ആ തൊഴുകൈ രഹസ്യം നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനിയുള്ള മാതാപിതാക്കൾ പരിശ്രമിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ഈ നാറ്റക്കേസായി മാറാതെ അവരെ തോറ്റിയെടുക്കുന്ന അമ്മമാരുണ്ടാകട്ടെ. കുടുംബം ഭദ്രമായിട്ട് കൊണ്ടുപോകുന്ന കുടുംബിനികളുണ്ടാകട്ടെ. എല്ലാ ആത്മീയ ഗുരുക്കന്മാർക്കും ലൈഫ് ഗിവിംഗ് ന്യൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോടെ ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള നന്ദി ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു.